എല്ലാവർക്കും മിയാൽന ചാനലിലേക്ക് സ്വാഗതം. നമ്മളുടെ വലിയ വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് സ്വന്തമായൊരു ഭവനം. എന്നാൽ ഇത് സാക്ഷാത്കരിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയാണ് നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന്. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭവനം പണിയുവാനുള്ള പണം നമ്മളുടെ കയ്യിൽ ഉണ്ടായെന്ന് വരികയില്ല. ഈ ഒരു അവസ്ഥയെ കൂടുതൽ ദൃഢമാക്കുകയാണ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മഹാമാരി. ഈ ഒരു സാഹചര്യത്തിൽ അതിനുള്ള പോംവഴിയായാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും മിയാൽന ഡ്രീം ഹോംസിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ വീട് പണിയുന്നത് പല പർപ്പസിന് വേണ്ടിയാണ്. ചിലവരെന്ന് പറയുന്നത് അത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കും, ചിലവരവിടെ താമസിക്കാൻ വേണ്ടിയായിരിക്കും, ചിലവരെന്ന് പറയുന്നത് ഈ സമ്മർ വെക്കേഷൻ വരുമ്പോൾ ഒന്ന് വന്ന് താമസിക്കുക, അല്ലെങ്കിൽ വിദേശത്തായിരിക്കും അവർ അവധിക്ക് വരുമ്പോൾ മാത്രം താമസിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള പല പല സാഹചര്യങ്ങളിലുള്ള വീടുകളാണ് അവർ പണിയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ സമൂഹത്തിലുള്ള കുറച്ച് ആൾക്കാരെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ കുറച്ച് പേരുടെ കയ്യിൽ ഒരു 3 സെൻറ്റ് ഭൂമിയുണ്ട്. ഇനി അവർക്ക് അതിലൊരു ഭവനം പണിയണമെന്നാണ് ആഗ്രഹം. അതോടൊപ്പം തന്നെ അവരുടെ കയ്യിലുള്ള ഒരു ചെറിയ വീട് അവർക്കൊന്ന് പുതുക്കി പണിയണം. പിന്നെ വാടകയ്ക്ക് താമസിക്കുന്നവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായൊരു ഗൃഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ആശകളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ കോർത്തിണക്കിയുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള മാതൃകാ ഭവനങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ബ്രസീലിലുള്ള ഓസി ഹൗസാണ്. സാവോ പോളോയിലെ 60 കിലോമീറ്റർ ചുറ്റളവിലുള്ള സാവോ റോക്കിയിലെ ഒരു ചെറിയ മേച്ചിൽ സ്ഥലത്താണ് ഈ വേനൽക്കാല വസതി സ്ഥിതി ചെയ്യുന്നത്. ഇത് പണി തീർത്തത് 2013-ലാണ്. ഇതിൻ്റെ വാസ്തുകല ചെയ്തിരിക്കുന്നത് ആൻഡ്രേഡ് മോർട്ടിൻ ആണ്. ഈ വീടിൻ്റെ മാതൃക തയ്യാറാക്കിയിരിക്കുന്നത് സംക്ഷിപ്തമായ രീതിയിൽ 2 കിടപ്പുമുറികളും അടുക്കള കൂടിച്ചേർന്ന സ്വീകരണ മുറിയും രേഖരൂപമായി യോജിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ രൂപരേഖ വളരെ ലളിതവും എന്നാൽ പ്രായോഗികവുമാണ്. ഇതിലുള്ളത് 2 കിടപ്പുമുറികളാണ്. അതിലൊന്ന് മാതാപിതാക്കളും മറ്റേത് കുട്ടികൾക്കുമായാണ് വേർതിരിച്ചിരിക്കുന്നത്. കിടപ്പുമുറികൾ 2ലും ശൗചാലയ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് സ്വീകരണ മുറിയും അടുക്കളയും യോജിപ്പിച്ചിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ കുടുംബം ചെലവഴിക്കുന്നത് ഇവിടെയാണ്. വിശാലത പുറത്തേക്ക് വ്യാപിക്കുന്നതും പ്രകൃതി ഭംഗി ആസ്വദിക്കത്തക്ക രീതിയിലുമാണ് ജനാലകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വീട് നിർമ്മിച്ചിരിക്കുന്നത് മറയ്ക്കാത്ത കോൺക്രീറ്റ് കൊണ്ടും മേൽക്കൂരയ്ക്ക് ഘടകമായി മരത്തടിയും ഉപയോഗിച്ചിരിക്കുന്നു. മേൽക്കൂര, മുഖപ്പ് എന്നിവ ആവരണം ചെയ്തിരിക്കുന്നത് ലോക തകിട് കൊണ്ടാണ്.
മേൽക്കൂരയുടെ താഴെ താപപ്രതിരോധത്തിനായി പോളിസ്റ്റൈറീൻ നിറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൂര്യന് താപം കൂടുതൽ ഏൽക്കുന്ന സ്ഥലങ്ങളിൽ ചൂട് കുറയ്ക്കാനായി പോളികാർബണേറ്റ് പാനൽസ് ഉപയോഗിച്ചിരിക്കുന്നു. വളരെ ശാന്തത ആഗ്രഹിക്കുന്നവർക്കും പ്രകൃതി ഭംഗി നുകരാൻ ഇഷ്ടപ്പെടുന്നവർക്കും എന്നാൽ താരതമ്യേന ചിലവ് കുറഞ്ഞതുമായ ഒരു ഭവനമാണ് നമ്മളിപ്പോൾ കണ്ടത്. ആഡംബരരഹിതവും വിശാലവും എന്നാൽ പ്രാഥമിക സൗകര്യങ്ങളെല്ലാം ലഭ്യമാകുന്ന ഒരു നല്ല ഭവനമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. ഇനി അടുത്തൊരു ഭവനത്തിൻ്റെ വിശേഷമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.